ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു മിനി പാർട്ടി വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം വേറെ ആരുമല്ല, നമ്മൾ 3 വീട്ടുകാർ, അസ്കർ ഖാൻ്റെ 2 ബ്രദേഴ്സും അവരുടെ ഫാമിലി, ബ്രദേഴ്സ് ഇല്ല കേട്ടോ, അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് വെറുതെ നമ്മൾ കൂടുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉന്നതാത്താൻ്റെ വീട്ടിൽ കൂടി, അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തറവാട്ടിൽ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ളൊരു കൂടലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചെറിയ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു പാർട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. അപ്പം പാർട്ടി വ്ളോഗ് ആകുമ്പോൾ റെസിപ്പീസൊക്കെ കാണിക്കണമല്ലോ എന്നല്ല, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ്ങിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സ്നാക്സിന്റെയും അതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് ആ ഒരു പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കട്ടെ. ഞാൻ ഷെയ്ഡിന്റെ അവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മള് ഇന്റർവെലിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവെൽ ഇൻഡിവിജ്വൽ ട്യൂഷനെ കുറിച്ച്. പക്ഷെ ഇതിന് മാത്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സിലാണ് അവനെ ചേർത്തിട്ടുള്ളത്. അവൻ അതിന്റെ ക്ലാസ്സിൽ എത്തിയിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. അവന് നല്ല ഇഷ്ടമാണ്, നല്ല ഇൻട്രസ്റ്റോട് കൂടി തന്നെ അവരുടെ ക്ലാസ്സിൽ ഇരിക്കലുണ്ട് കേട്ടോ. കുട്ടികളുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ അമ്മമാർക്കും ഭയങ്കര ഒരു ടെൻഷനും സ്ട്രെസ്സും ഉള്ള ഒരു കാര്യമാണ്. അപ്പം എന്നെ അറിയുന്ന പലർക്കും തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കേട്ടോ. അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും, പിന്നെ അതുപോലെ തന്നെ ബേസിക് ഫൗണ്ടേഷൻ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ മക്കൾക്ക് എന്താണ് അവർക്ക് എന്താണ് മിസ്സായിട്ടുള്ളത്, അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് അത് ഒന്ന് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷനിൽ അങ്ങനെ മക്കളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഷെയ്ഡിനെ അപ്പൊ മാത്സിന്റെ ക്ലാസ്സാണ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ. മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വരും ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്സ്. എന്നാൽ മാത്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാത്സ്. മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതിനില്ലെങ്കിൽ തീരെ സ്കോർ ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ ഷെയ്ഡിന്റെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്റർവെല്ലിൽ ചേർത്തിട്ട് എങ്ങനെയുണ്ട്, അതിന്റെ റിവ്യൂ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കുന്നത്. അവരുടെ ക്ലാസ്സിന്റെ വീഡിയോയും കാണിച്ച് അതിനോട് കൂടി തന്നെ അവരുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയാം കേട്ടോ. അപ്പം ഒരുപാട് പേര് അവര് മക്കളെ ചേർത്തിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഷെയ്ഡിന്റെ ക്ലാസ്സും കാണാം, അതിന്റെ കൂടെ ഞാൻ അവരുടെ ഡീറ്റെയിൽസും പറഞ്ഞു തരട്ടെ. ആവശ്യമുള്ളവർക്ക് നിങ്ങളിൽ പലർക്കും തന്നെ ഇത് ആവശ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മ്യൂട്ട് ആണ്, മൈക്ക് ഓൺ ചെയ്യണേ. ഗുഡ് ഈവനിങ്. ഓക്കേ, ഹൗ ആർ യു? ഫൈൻ. ഓക്കേ, മാമിന് ഓഡിബിൾ ആണോ? വോയിസ് ബ്രേക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഷെയ്സ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇപ്പോൾ മാത്സിൻ്റെ കോഴ്സാണ് കേട്ടോ അവൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ടീച്ചറും അവന് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അവന് നല്ലോണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്ലാസ്സിലിരിക്കാൻ വേണ്ടി. ഇൻ്റർവെല്ലിൽ pre-KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുട്ടികളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാം ഒന്നല്ല, ഒരു 30 മിനിറ്റ് വരുന്ന ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഇതിലൂടെ അവർ കുട്ടികളുടെ കറണ്ട് പ്രോബ്ലം എന്താണ്, അവരുടെ ലേണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്, അവരുടെ അക്കാഡമിക് ലെവൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. പിന്നെ അവർ ഏത് സബ്ജക്റ്റിലാണ് പിറകോട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റിൽ പിറകോട്ട് നിൽക്കുന്നത്, എവിടെയാണ് ഇനി അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവർ മനസ്സിലാക്കും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മക്കൾക്ക് ബേസിക്സിലാണ് ഇഷ്യൂസ് ഉള്ളതെങ്കിൽ അത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഹിന്ദി, സയൻസ്, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ആ ഒരു പ്രോബ്ലം അവർ 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ കറക്റ്റാക്കി തരും എന്നുള്ളതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ബേസിക്സ് മാത്രം ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, അവർ ഈ ഒരു ക്ലാസ്സിൻ്റെ കുറച്ച് സമയം കുട്ടികളുടെ മറ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെയുള്ള സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലാസ്സിൻ്റെ കുറച്ച് സമയം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മക്കളുടെ ഗുഡ് ക്വാളിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു കോഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് മാത്സിലൊക്കെ ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്, നല്ല സ്പീഡായിട്ട് തന്നെ പ്രോബ്ലംസൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
ഈ ഒരു ക്ലാസ്സിൽ അവൻ ഇരിക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അവൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവന് നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ. നമ്മൾ വെറുതെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുമ്പോഴേ അതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. 4 4 16. Now the carry over plus 70. 172. Yes, 100. 72. Okay, നമുക്ക് ready ആണോ നോക്കാം അല്ലേ? ഞാൻ just ഈ program ഞാൻ നേരത്തെ പറഞ്ഞല്ലോ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഇൻ്റർവെല്ലിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ട് ബേസിക്സിൽ വല്ല പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ ബേസ് ക്ലിയർ ചെയ്യാതെ പിന്നെ എന്ത് ക്ലാസ് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് മറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബേസ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അത് എല്ലാ സിലബസിലുള്ള ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, അങ്ങനെ ഏത് സിലബസിലുള്ള ക്ലാസ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് മക്കളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിനാണ് ക്ലാസ് വെക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് എക്സ്ട്രാ ബേർഡൻ ആവുമോ എന്നുള്ള ഒരു പേടിയൊന്നും പേടിക്കാനില്ല. അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ക്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ മക്കൾക്ക് ഒരു സബ്ജക്റ്റിന് മാത്രം ക്ലാസ് മതിയെങ്കിൽ അങ്ങനെയാവാം, ഇല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് ജോബ് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ, ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഇൻ്റർവെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് ഹിന്ദി, അങ്ങനെ പറഞ്ഞിട്ടുള്ള കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ pre-KG, LKG, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 1-on-1 എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഇൻ്റർവെല്ലിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറേ പേർക്ക് ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലുള്ള ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കോഴ്സൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ക്യാരറ്റൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. രണ്ടെണ്ണം നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് വേവിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പുഡിങ്ങുകൾ വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2-3 വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസാണ് ആവശ്യമുള്ളത്. അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്ക് പാലാണ് ആവശ്യം. അപ്പോൾ അതൊന്ന് തിളപ്പിക്കണം. ഇതേ സമയം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അതാ പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഒരുപാട് പുഡിങ്ങുകൾ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇവിടെ നമ്മൾ ക്യാരറ്റ് എടുത്തതിന് പകരം ചിക്കുവോ മാംഗോയോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ഒക്കെ അരച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുഡിങ് കിട്ടും. പിന്നെ നമ്മൾ പൈനാപ്പിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പൈനാപ്പിൾ ഒന്ന് പഞ്ചസാരയിൽ ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പം അങ്ങനെ നമ്മളുടെ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ പുഡിങ് ട്രേയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ കേട്ടോ. ഡിന്നറും ഉണ്ടാക്കാനുണ്ട്, ഒക്കെ തുടങ്ങണമുള്ളൂ. 3 മണിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ പഴനിറങ്ങും. പിന്നെ ഒരു വട, ഒരു സ്പെഷ്യൽ വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. ഞാൻ നേരത്തെ കുറച്ച് ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴനിറവിലേക്കുള്ള. ഇനി വടക്കുള്ള കൂട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാ പഴനിറവിലേക്കുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വടയിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും അതുപോലെ തന്നെ പൊട്ടാറ്റോയും ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ സവാള നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഫുഡ് പ്രോസസ്സർ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്തുള്ള ചോപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ഫുഡ് പ്രോസസ്സർ എടുക്കാറേ ഇല്ല. അപ്പോൾ സ്ലൈസ് ചെയ്യാൻ എന്തായാലും ഈ ഒരു ഫുഡ് പ്രോസസ്സർ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ വടയുടെ മാവ് കൂട്ടാനുള്ള ബൗളിലേക്ക് തന്നെ ഈ ഒരു പൊട്ടാറ്റോയും അതുപോലെ തന്നെ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മളിനി ഡിന്നറിന് സിംഗപ്പൂർ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നൂഡിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനിടയിൽ റെഡിയാക്കുന്നുണ്ട്. സിംഗപ്പൂർ റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. മുന്നേ ഒരു ഈദ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വടയിലേക്ക് കുറച്ച് പച്ചമുളകും ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വടയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിനിടയ്ക്ക് നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ വടയുടെ മിക്സിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി, 1/2 ഗ്ലാസ് അരിപ്പൊടി, ഈ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളുടെ കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ചായിട്ട് മാവിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു വടയിലേക്ക് നല്ലൊരു പുതിന ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്തു. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളവും ചേർത്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ പുതിന ചട്നി ഇവിടെ റെഡിയായി. വടയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുതിന ചട്നി. ഇതാ നമ്മളുടെ ക്രിസ്പി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് പഴനിറവും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷെയ്ത്താത്തൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടാണ് കേട്ടോ വരിക. ഇതിനിടയിൽ സിംഗപ്പൂർ റൈസിന് വേണ്ടിയിട്ടുള്ള അരി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് വേവിക്കാനും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പഴനിറവ് ഒരു സെറ്റ് ആയിട്ടുണ്ട്. അതാ ബസ്മതി റൈസ് ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമനും വന്നിട്ടുണ്ട് കേട്ടെന്ന്. അവിടെ എൻ്റെ വീട്ടിൽ അവരൊക്കെ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതിരുന്നു. അപ്പോൾ അമന് ഇവിടെ സ്കൂൾ വിട്ടിട്ട് നമ്മളെ വീട്ടിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂർ റൈസ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിംഗപ്പൂർ റൈസ് തന്നെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മുന്നേ നമ്മളൊരു ഈദിനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടേബിളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് ഷേസ.
കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിൽ ഷേസ എൻ്റെ ഡ്രസ്സാണോ ഇട്ടിട്ടുള്ളത് എന്നൊക്കെ. ഷേസയും ഞാനും ഇപ്പോൾ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇടാറ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെസിനും നിദാലും നാവിയും ഫുട്ബോൾ കോച്ചിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വന്നിട്ടുണ്ട്. തിരിച്ച് വന്നതിന് ശേഷം അവർക്കും ഇവിടെ പുറത്ത് വെച്ചിട്ട് തന്നെ അങ്ങനെ ചായയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഡിന്നറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഡിന്നറിന് ഞാനൊരു സിംഗപ്പൂർ റൈസിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മളൊരു ഫജീത്ത സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കെച്ചപ്പ്, സോയ സോസ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ സമയം നമുക്ക് നമ്മളുടെ സിംഗപ്പൂർ റൈസിലേക്കും അതുപോലെ തന്നെ സാലഡിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിനിടയിൽ മോളിയും ഉമ്മയും കൂടെ അമ്മനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ. അവർ ഉമ്മാൻ്റെ വീട്ടിൽ വന്നതേനു. ഉമ്മാൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ പെണ്ണ് കാണലൊക്കെ ആയിരുന്നു അന്ന്. അപ്പം അതിന് വന്നായിരുന്നു അവർ. അപ്പം അവന് പോയിട്ടൊന്നുമില്ല കേട്ടോ. അവന് അന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു പൂതി. അപ്പം അങ്ങനെ അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സിംഗപ്പൂർ റൈസിലേക്കുള്ള ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സോയാ സോസ്, കെച്ചപ്പ് ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് സവാളയും ക്യാപ്സിക്കം 3 കളറിലുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഹാഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സാലഡിലേക്കും ആവശ്യമുണ്ട്. നമുക്ക് സാലഡിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സിംഗപ്പൂർ റൈസിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറെ വീഡിയോയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് മിക്സ് ആയിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ സിംഗപ്പൂർ റൈസിനുള്ള മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ സാലഡിലേക്ക് കുറച്ച് കസ്സും അതുപോലെ തന്നെ സുക്കിനി ഉണ്ടല്ലോ, കിയാർ എന്നൊക്കെ പറയും, അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളുടെ സാലഡിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ ആ ഒരു ഓയിലിൽ നമുക്ക് കുറച്ച് സവാളയും സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ക്യാപ്സിക്കവും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അധികം വേവിക്കണ്ട, ജസ്റ്റ് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ്സ് എല്ലാം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കിയാറും കസും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലെമൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് എടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സാലഡ് ഡ്രസ്സിങ്ങും റെഡിയായി. ഇത് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സാലഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലേറ്റിൻ്റെ അടിയിലത്തെ ലെയറായിട്ട് നമുക്ക് ഈ ഒരു കസും കിയാറും ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ക്യാപ്സിക്കും സവാളയും അതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫജീത്ത സാലഡ് ബൗൾ ഇവിടെ റെഡിയായി.
ഇനി നമുക്ക് നമ്മുടെ സിംഗപ്പൂർ റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണ് കേട്ടോ കാര്യങ്ങൾ കിടക്കുന്നത്. പടിയിൽ റൈസ് ഇട്ട് കൊടുത്തു, പിന്നെ നൂഡിൽസ്, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെ ചേർത്ത് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കെച്ചപ്പും കൂടെ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ പണ്ടത്തെ ഷെയ്ൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല കളിയിലായിരുന്നു. പിന്നെ ഞങ്ങളും എല്ലാവരും ഇരിക്കട്ടെ. ഉപ്പ പിന്നെ പക കഞ്ഞി തന്നെ കുടിക്കണം കേട്ടോ രാത്രി. അപ്പോൾ അങ്ങനെ കഞ്ഞി നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫജീത്ത സാലഡ് ബൗളും ക്യാരറ്റ് പുഡിങ്ങും പിന്നെ ആ വടയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.